നമസ്കാരം പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്കെതിരായുള്ള വിദ്വേഷം വളരെയധികം വർദ്ധിച്ചതായി നമുക്ക് കാണാം. ഇത് വെറും ഓൺലൈൻ ട്രോളുകളിലോ കമൻറ്റുകളിലോ ഒതുങ്ങുന്നതല്ല. ഇന്ത്യക്കാർക്ക് നേരെ ശാരീരിക ആക്രമണങ്ങൾ പോലും നടക്കുന്നതായി കാണാം. നല്ല ജോലികളിൽ പ്രവേശിച്ചവരെ പോലും യാതൊരു കാരണവുമില്ലാതെ പിരിച്ചുവിടുന്നു. ഒരു പുതിയ ഇൻറ്റേൺഷിപ്പിനായി ദൂരെയെത്തി ദിവസങ്ങൾക്കുള്ളിൽ ജോലി നഷ്ടപ്പെടുന്നത് സങ്കല്പിക്കാനാകുമോ? ഇന്ത്യക്കാരനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് പലരുടെയും വിസകൾ പോലും നിഷേധിക്കപ്പെടുന്നു. എന്നാൽ ഇതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കാത്തിരിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലൈക്ക് അല്ലെങ്കിൽ ഷെയർ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നിവയൊക്കെ ഊർജം തന്നെയാണ്, ഒപ്പം മുന്നോട്ട് പോകാനുള്ള ശക്തിയും. സ്വാഗതം മൈൽസ്റ്റോണിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക്. ഇന്ത്യക്കാരനായ ഒരു യുവാവിനെ വിവാഹം ചെയ്ത വെളുത്ത യുവതിയെ അമർഷത്തോടെ വിമർശിക്കുന്ന ആളുകളെ നമുക്ക് ചില വീഡിയോകളിൽ കാണാം. നമ്മൾ വെളുത്തവരാണ്, നിങ്ങൾ ഈ കറുത്ത ആളെ വിവാഹം ചെയ്തു ജീവിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊരാൾ യാതൊരു ജാള്യതയുമില്ലാതെ ചോദിക്കുകയാണ്. നിങ്ങൾ സ്വയം ലജ്ജിക്കണം. നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ വെളുത്ത ആളുകളുടെ രാജ്യമാണെന്നും നമ്മുടെ ജീൻ നശിപ്പിക്കുകയാണോ എന്നുകൂടി അയാൾ ചോദിക്കുന്നുണ്ട്. കസാക്കിസ്ഥാൻ, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലെ ചില ഹോട്ടലുകളുടെ നിയമങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ വ്യക്തമായി ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയിരിക്കുന്നു. അഥവാ പ്രവേശനമുണ്ടെങ്കിൽ പോലും ഇന്ത്യക്കാർക്ക് വൻതുക നിക്ഷേപമായി നൽകേണ്ടി വരുന്നു. അവസാനം മുറിയുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആ തുക തിരികെ നൽകുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ നിയമം ഇന്ത്യക്കാർക്ക് മാത്രം ബാധകമാവുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? ദുബായിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിനെ കുറിച്ച് ഒരു ഇന്ത്യൻ ടൂറിസ്റ്റ് എഴുതിയ റിവ്യൂവിൽ ഹോട്ടൽ മികച്ചതാണെങ്കിലും വംശീയവിദ്വേഷം കാരണം ഇന്ത്യക്കാർ അങ്ങോട്ട് വരരുതെന്ന് അദ്ദേഹം പറയുന്നു. അവിടെ ഇന്ത്യൻ അതിഥികൾക്ക് പഴയ ടവലുകൾ നൽകിയെന്നും വിദേശികൾക്ക് ചോദിക്കാതെ തന്നെ തണലത്തിരിക്കാൻ സൗകര്യം നൽകിയപ്പോൾ വെയിലത്തിരുന്ന ഇന്ത്യക്കാരെ അവഗണിക്കുകയായിരുന്നുവെന്നും പറയുന്നു. ചെറിയ ഇന്ത്യൻ കുട്ടികളെപ്പോലും റെസ്റ്റോറൻറ്റിൻ്റെ മൂലയിലിരുത്തിയത് വിദേശികൾക്ക് ശല്യമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നത്രേ. ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും, വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് പലപ്പോഴും രണ്ടാം തരം പൗരന്മാരെ പോലെയാണ് പരിഗണന ലഭിച്ചത് എന്ന് പറയുന്ന നിരവധി ഇന്ത്യൻ സഞ്ചാരികളുടെ അനുഭവക്കുറിപ്പുകൾ നിങ്ങൾക്ക് കാണാം. ഹോട്ടലുകളിൽ മാത്രമല്ല, പുറത്തുള്ള തെരുവുകളിലെ സ്ഥിതിയും ഭീകരമാണ്. വൃത്തികെട്ട ഇന്ത്യക്കാർ, ഇത് നിങ്ങളുടെ രാജ്യമല്ല, തിരികെ പോകുക, അതിക്രമിച്ച് കയറിയവൻ, തിരികെ പോകുക എന്നിങ്ങനെയുള്ള വാക്കുകൾ നിരന്തരം കേൾക്കേണ്ടി വരുന്നു. ഇന്ത്യക്കാരെ പരസ്യമായി മർദ്ദിക്കുന്നതിൻ്റെയും വംശീയമായി അധിക്ഷേപിക്കുന്നതിൻ്റെയും എത്രയെത്ര വീഡിയോകളാണ് ദിവസവും വൈറലാകുന്നത്. എന്താണ് ഇതിന് പിന്നിലെ കാരണം? നമ്മുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി എന്ന് കരുതുന്ന ഇസ്രയേലിൽ നിന്ന് പോലും ഇന്ത്യൻ വിരുദ്ധ വംശീയ ആക്രമണങ്ങളുടെ വാർത്തകൾ വരുന്നു. ഓസ്ട്രേലിയയിൽ അടുത്തിടെ നടന്ന പ്രതിഷേധങ്ങളിൽ ഇന്ത്യക്കാർക്ക് നാറ്റമാണ്, വീട്ടിലേക്ക് തിരിച്ചു പോകൂ എന്ന് പരസ്യമായി മുദ്രാവാക്യം വിളിച്ചു. ജപ്പാനിലെ ഒസാക്ക നഗരത്തിലും ഇന്ത്യക്കാരുടെ വർധനവിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മുടെ ആളുകളെ അതിക്രമിച്ചു കയറിയവൻ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. നമ്മുടെ ഈ മോശം ആഗോള പ്രതിച്ഛായ നമ്മുടെ വിസകളെയും ബാധിക്കുന്നു. 2024 മാത്രം 1.65 ലക്ഷം ഇന്ത്യൻ ഷെങ്കൻ വിസ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു. ഇതിലൂടെ നോൺ റീഫണ്ടബിൾ ഫീസ് വഴി ഇന്ത്യക്കാർക്ക് 136 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഷെങ്കൻ വിസ നിഷേധിക്കപ്പെടുന്നതിൽ ലോകത്ത് 3ാമത്തെ ഉയർന്ന നിരക്കുള്ള രാജ്യമായി നമ്മൾ മാറിയെന്നതാണ് ഏറ്റവും വലിയ അപമാനം. ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ റാങ്ക് 80-ൽ നിന്നും 85-ലേക്ക് വീണു. വിദേശികളുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യക്കാർ വൃത്തികെട്ടവരും തട്ടിപ്പുകാരുമാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർ ലോകത്തിലെ ഏറ്റവും മോശം സഞ്ചാരികളാണ് എന്നൊരു പൊതുധാരണ അവരിൽ നിലനിൽക്കുന്നു. കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ യോഗ, ആയുർവേദം, ഉത്സവങ്ങൾ എന്നിവ വിദേശികൾ തുറന്നു സ്വീകരിക്കുമായിരുന്നു. ഇന്ത്യക്കാർ സൗഹൃദമുള്ളവരും ഊഷ്മളതയുള്ളവരുമാണ് എന്നൊരു നല്ല അഭിപ്രായമുണ്ടായിരുന്നു. പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ വിദ്വേഷം വർദ്ധിച്ചത്? നമ്മുടെ പെരുമാറ്റം ഇത്തരത്തിലുള്ള വിദ്വേഷം അർഹിക്കുന്നുണ്ടോ? അതോ ഇതൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രചാരണങ്ങൾ മാത്രമാണോ? സത്യം നമ്മളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ലണ്ടനിലെ ഒരു ബോർഡിൽ ഇവിടെ തുപ്പരുത് എന്ന് ഇംഗ്ലീഷ് പുറമെ ഗുജറാത്തിലും എഴുതിയിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ താഴെ ഇന്ത്യക്കാർ പാക്ക് ചവച്ച് തുപ്പി വച്ചിരിക്കുന്നു. ലണ്ടനിലെ ചില പ്രദേശങ്ങളിൽ ഇന്ത്യൻ പ്രവാസികൾ തുപ്പിയ പാക്ക് വൃത്തിയാക്കാൻ പ്രാദേശിക ഭരണകൂടം വലിയ തുക ചെലവഴിക്കുന്നു. ഇതിലും മോശമായത് വേറെയുമുണ്ട്. ഇന്ത്യക്കാർ തുറന്ന സ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുന്നതും മലവിസർജനം ചെയ്യുന്നതും ചിത്രീകരിച്ച വീഡിയോകൾ ഓൺലൈനിൽ ധാരാളമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വർക്ക് വിസയിൽ പോകുന്ന വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്ക് പോലും എന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായ പൊതുബോധം ഇല്ലാതെ പോകുന്നത്? ചില ഇന്ത്യൻ സഞ്ചാരികൾ എവിടെയും കുളിക്കാൻ തുടങ്ങുന്നു, മാലിന്യം വലിച്ചെറിയുന്നു,
ലണ്ടൻ സബ്വേയിൽ കൈകൊണ്ട് ദാൽ ചാവൽ കഴിക്കുന്നതും പട്ടായയിലെ ബീച്ചിൽ മദ്യവെച്ച് ഉറങ്ങുന്നതും മാലിന്യം വലിച്ചിടുന്നതും പോലുള്ള വീഡിയോകൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ സാധാരണമായ പൊതുവഴിയിലെ നൃത്തവും കളിയും വിദേശികൾക്ക് ശല്യമായേക്കാം. മദ്യവെച്ച് പൊതുസ്ഥലങ്ങളിൽ ബഹളമുണ്ടാക്കുക, ഹോട്ടലുകളിലും മാളുകളിലും മോഷണം നടത്തുക, പരസ്യമായി സ്ത്രീകളെ ശല്യം ചെയ്യുക, ഇതെല്ലാം നമ്മുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ടർക്കിഷ് സ്ത്രീയെക്കുറിച്ച് മോശം കമന്റ് പറഞ്ഞ യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം ഓർക്കുക. ഒരു വ്യക്തിയുടെ പ്രവൃത്തി കാരണം മുഴുവൻ രാജ്യവും നാണം കെടുന്ന അവസ്ഥയുണ്ടായി. റീലുകളിലെ കാഴ്ചകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മസാല ഉള്ളടക്കങ്ങൾ ഒരു നിരപരാധിയായ ഇന്ത്യക്കാരൻ്റെ വിസ നിഷേധത്തിന് കാരണമായേക്കാം. നമ്മുടെ സംസ്കാരം അതിഥി ദേവോ ഭവ എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് വരുന്ന വിദേശ അതിഥികളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? ഹോളിക്ക് വിദേശ വനിതകളെ ശാരീരികമായി ആക്രമിക്കുക, വെളുത്ത ആളുകളെ കണ്ടാൽ സെൽഫിക്കായി പിന്നാലെ ഓടുക, വിദേശ സഞ്ചാരികളെ സൗജന്യ ATM മെഷീനായി കണക്കാക്കുക, ഇതൊന്നും ശരിയായ പെരുമാറ്റമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് ഈ സ്ഥിതി മാറ്റാൻ കഴിയണം. ചൈന ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. 2015 മുമ്പ് ചൈനീസ് സഞ്ചാരികളെയും വൃത്തിഹീനരും മോശം മര്യാദക്കാരുമായിട്ടാണ് ലോകം കണ്ടിരുന്നത്. എന്നാൽ ചൈനീസ് ഗവൺമെൻറ് ഈ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. മോശമായി പെരുമാറുന്ന സഞ്ചാരികളെ ഉൾപ്പെടുത്തി ദേശീയ കരിമ്പട്ടിക ഉണ്ടാക്കി. കരിമ്പട്ടികയിൽ പേരുള്ളവർക്ക് വർഷങ്ങളോളം യാത്രാവിലക്ക് ഏർപ്പെടുത്തി. കൂടാതെ കുറ്റവാളികളുടെ പേരുകൾ പരസ്യമായി ഓൺലൈനിൽ ലഭ്യമാക്കി. ഈ കടുത്ത നടപടികൾ ഫലം കണ്ടു. വെറും 5 വർഷത്തിനുള്ളിൽ ചൈനീസ് സഞ്ചാരികളുടെ പെരുമാറ്റം ഗണ്യമായി മെച്ചപ്പെട്ടതായി ആഗോള സർവേകളിൽ പോലും തെളിയുകയുണ്ടായി. ഇന്ത്യൻ പ്രവാസ സമൂഹം ലോകത്തിലെ ഏറ്റവും വിജയകരമായ സമൂഹങ്ങളിലൊന്നാണ്. നമ്മൾ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും പല കമ്പനികളുടെയും CEOമാരുമാണ്. നമുക്ക് അഭിമാനിക്കാൻ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട്. പക്ഷേ അഭിമാനിക്കുന്നതും പോരായ്മകൾ മറച്ചു വെക്കുന്നതും ഒന്നല്ല. നമ്മുടെ പോരായ്മകൾക്ക് നമ്മൾ തന്നെ മറയിട്ടാൽ ആ മോശം ചിന്താഗതിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ലളിതമാണ്. നമ്മൾ അവബോധമുള്ളവരായിരിക്കുക. ഇത് ഒരു വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെ ഒരുമിച്ച് പരിഹരിക്കാൻ ശ്രമിക്കണം. ഞാൻ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ എന്നെ മാത്രമല്ല മുഴുവൻ ഇന്ത്യയെയും പ്രതിനിധീകരിക്കുന്നു എന്ന് നമ്മൾ അവബോധമുള്ളവരായിരിക്കണം. എൻ്റെ ഒരു തെറ്റായ നീക്കം ഒരു നിരപരാധിയായ ഇന്ത്യക്കാരൻ്റെ വർഷങ്ങളുടെ കഠിനാധ്വാനം പാഴാക്കാൻ കാരണമായേക്കാം. ചൈനയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്കെന്തുകൊണ്ട് കഴിയില്ല? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ആലോചിച്ച് നിൽക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. നിങ്ങളുടെ പിന്തുണ തന്നെയാണ് ചാനലിൻ്റെ മുന്നോട്ട് പോക്കിനുള്ള ഇന്ധനം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.